നമ്മുടെ പുതിയ സെഷനിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യാണ്. ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് കണ്ടന്റ് വരുന്ന ഒരു ചാപ്റ്റർ ആണ് ഈ സെക്കൻഡ് ചാപ്റ്റർ. ഒരുപക്ഷെ നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരുന്ന ഒരു ചാപ്റ്റർ ആണിത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. റെഡി? അപ്പോ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും സജീവമായിട്ടുണ്ടാവുക, കയ്യിൽ നോട്ട് പെന്ന് കരുതുക, അത്യാവശ്യമുള്ള നോട്ട് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, എന്റെ വോയിസ് സ്ക്രീന് രണ്ടും ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണെ, ഒന്ന് വോയിസിൽ പറഞ്ഞാണെ. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് തുടരാം കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയാൻ, ഒരല്പം ഫാസ്റ്റിൽ പറഞ്ഞു പോവാണ് കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അപ്പോ ഫസ്റ്റ് ബ്ലോക്കിൽ 3 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇൻട്രൊഡക്ഷൻ ടു മെർക്കന്റൈൽ ലോ എന്ന് പറയുന്നത്. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്, എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. ഒരു കോൺട്രാക്ട് വാലിഡ് ആവാൻ അഥവാ നിയമപ്രകാരം സാധുത ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്, എസെൻഷ്യൽസ് എന്തൊക്കെയാണ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 10ഓളം കാര്യങ്ങൾ ഇതിൽ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഉറപ്പായിട്ടും എസ്സേക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഭാഗം. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെങ്കിൽ ആദ്യമായിട്ട് അതിൽ വേണ്ടത് എഗ്രിമെന്റ് ആണ്. അതായത് രണ്ടാളുകൾ തമ്മിലുള്ള എഗ്രിമെന്റിൽ ഉണ്ടാവേണ്ടത് ഒന്ന് ഓഫർ വേണം, രണ്ട് അക്സെപ്റ്റൻസ് വേണം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ ഒരു മിസ്റ്റർ എ എന്ന് പറയുന്ന ആള് പറയാണ്, അദ്ദേഹം ഓഫർ കൊടുക്കാണ്, എന്റെ കാറ് ബി എന്ന് പറയുന്ന ആൾക്ക് 5 ലക്ഷം രൂപക്ക് ഞാൻ വിൽക്കാം. ഓക്കെ, ഞാൻ വിൽക്കാൻ തയ്യാറാണ്, ഓഫർ കൊടുക്കാണ്. അപ്പൊ ബി പറയാണ്, ഓക്കെ, നിങ്ങളുടെ കാർ 5 ലക്ഷം രൂപക്ക് ഞാനത് അക്സെപ്റ്റ് ചെയ്യാം, ഞാൻ സ്വീകരിക്കാം. അപ്പൊ ഇവിടെ എ ബിനോട് പറഞ്ഞതാണ് ഓഫർ എന്ന് പറയുന്നത്, ഓഫർ അല്ലെ. ബി പറഞ്ഞതാണ് അക്സെപ്റ്റൻസ്. അപ്പൊ ഒരു ഒരു എഗ്രിമെന്റിൽ ഓഫറും ആവശ്യമാണ്, അതേപോലെ തന്നെ അക്സെപ്റ്റൻസ് ആവശ്യമാണ്. രണ്ടുണ്ടെങ്കിലേ അതിന് നമ്മൾ എഗ്രിമെന്റ് എന്ന് വിളിക്കുള്ളൂ. അങ്ങനെ എഗ്രിമെന്റ് ഉണ്ടെങ്കിലേ അതെന്തായിട്ട് മാറുള്ളൂ, വാലിഡ് കോൺട്രാക്ട് ആയിട്ട് മാറുള്ളൂ. അപ്പൊ വാലിഡ് കോൺട്രാക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് കാര്യം എഗ്രിമെന്റ് എന്നുള്ളതാണ്. എഗ്രിമെന്റിൽ ഓഫർ അക്സെപ്റ്റൻസ് ഇത് രണ്ടും കൂടിയതാണ് എഗ്രിമെന്റ് എന്ന് ഓർത്തു വെക്കുക. രണ്ടാമത് ഐഡന്റിറ്റി ഓഫ് മൈൻഡ്, എന്ന് നമ്മൾ പറയാം കൺസ്റ്റൻസ് ആഡ് ഐഡിയം എന്നാണ്. അതായത് എന്താണോ ഓഫർ ചെയ്യുന്ന ആൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആയിരിക്കണം അക്സെപ്റ്റൻസ് ചെയ്യുന്ന ആളിലേക്കും വേണ്ടത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് രണ്ട് വീടുണ്ട് അല്ലെ. ഞാൻ പറയാം, ഒരു വീട് തൃശ്ശൂരിലാണ്, ഒരു വീട് പാലക്കാടാണ് എന്ന് വെച്ചോളൂ, തൃശ്ശൂരും പാലക്കാടും. ഞാൻ എ എന്ന് പറയുന്ന ഒരാളോട് പറയാണ്, എന്റെ വീട് നിനക്ക് വിൽക്കുന്നു 20 ലക്ഷം രൂപക്ക് അല്ലെ. ഇവിടെ വീട് വിൽക്കുന്നതാ പറഞ്ഞ, ഏതാണെന്നുള്ളത് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടില്ല അല്ലെ. ചിലപ്പോൾ ഞാൻ ഉദ്ദേശിച്ചുണ്ടാവും തൃശ്ശൂരുള്ള വീടേക്കാരം, പക്ഷെ എ ഉദ്ദേശിച്ചുണ്ടാവുക പാലക്കാടുള്ള വീടേക്കാരം. അപ്പൊ അവിടെ കൺഫ്യൂഷൻ ഉണ്ട് അല്ലെ, ക്ലിയർ അല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ ആ ഒരു കോൺട്രാക്ട് എന്താവൂല, വാലിഡ് ആവില്ല. അപ്പൊ എന്താ വേണ്ടത്, ഐഡന്റിറ്റി ഓഫ് മൈൻഡ്. ആര് തമ്മിലുള്ള മൈൻഡ്, ബിറ്റ്വീൻ ദ കോൺട്രാക്ടിങ് പാർട്ടീസ്. ഇവിടെ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ഞാനും മിസ്റ്റർ എയോ ആണ് അല്ലെ, ഞങ്ങൾ തമ്മിൽ, അതാണ് കോൺട്രാക്ടിങ് പാർട്ടീസ് എന്ന് പറയുന്നത്. കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ തമ്മിൽ മൈൻഡ് ക്ലിയർ ആവണം എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെയും കോൺസെപ്റ്റ് ക്ലിയർ ആവണം, ഈക്വൽ ആവണം. അപ്പൊ ഞാൻ പറയാണ്, എന്റെ തൃശ്ശൂരുള്ള വീട് ഞാൻ 20 ലക്ഷത്തിന് നിനക്ക് വിൽക്കുന്നു. ഓക്കെ, അപ്പൊ എ പറയണ യെസ്, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, നിന്റെ തൃശ്ശൂരത്തെ വീട് 20 ലക്ഷത്തിന് ഞാൻ വാങ്ങാൻ തയ്യാറാണ് അല്ലെ. ഇവിടെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇവിടെ ഞാൻ ഉദ്ദേശിച്ചതും തൃശ്ശൂരിലുള്ള എന്റെ വീടാണ്, മിസ്റ്റർ എ ഉദ്ദേശിച്ചതും തൃശ്ശൂരിലുള്ള എന്റെ വീട് തന്നെയാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഉദ്ദേശിച്ചത് സെയിം ആണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ അതാണ് രണ്ടുപേരുടെയും ഉദ്ദേശം ഈക്വൽ ആവണം, അതാണ് എഗ്രിമെന്റ് ഓൺ സെയിം തിങ്. ഒരേ വസ്തുവിന്റെ മേലിലായിരിക്കണം രണ്ടുപേരുടെയും എഗ്രിമെന്റ് ഉണ്ടാവേണ്ടത്, അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മൂന്നാമത് ഫ്രീ കൺസെന്റ് അഥവാ കൺസെന്റ് ഫ്രീലി. എഗ്രിമെന്റിൽ ഏർപ്പെടുന്ന ആളുകൾ വളരെ ഫ്രീ മൈൻഡോട് കൂടെ ആയിരിക്കണം ആ എഗ്രിമെന്റിലേക്ക് വരേണ്ടത്, ആ കോൺട്രാക്റ്റിലേക്ക് വരേണ്ടത്. ഒരാള് കൊയേഷൻ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയും കേട്ടോ. ഒരാൾ ഭീഷണിപ്പെടുത്തിയിട്ടോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടോ അയാളെ തെറ്റിദ്ധരിപ്പിച്ച് ഫ്രോഡിലൂടെയോ മിസ്റെപ്രസെന്റേഷനിലൂടെയോ മിസ്റ്റേക്കിലൂടെ ഒക്കെ ഒരാൾ കോൺട്രാക്റ്റിൽ എത്തിയാൽ ആ കോൺട്രാക്ട് എന്തല്ല, വാലിഡ് അല്ല. അതായത് വളരെ ഫ്രീ മൈൻഡോട് കൂടെ അയാളുടെ ഇഷ്ടപ്രകാരം അല്ലെ, ഒരാളെ കഴുത്തിനടിച്ചിട്ട് അല്ലെ കത്തിയൊക്കെ കാണിച്ച് ഇയാളെ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടാൽ ആ കോൺട്രാക്ട് എന്തല്ല, വാലിഡ് അല്ല. കാരണം അയാൾ സ്വമേധയ വന്നതല്ല, പകരം അയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വന്നതാണ്.
അപ്പൊ വളരെ ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡോട് കൂടെ എൻട്രി ചെയ്താൽ മാത്രമേ ആ കോൺട്രാക്ട് വാലിഡ് ആകുന്നുള്ളൂ. നാലാമത്തത് കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകളുടെ കപ്പാസിറ്റി, അതായത് അവർ ലീഗലി കോമ്പീറ്റന്റ് ആയിരിക്കണം. ഈ ടേമുകളാട്ടോ അതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ലീഗലി കോമ്പീറ്റന്റ് ആണ്. ലീഗലി കോമ്പീറ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, അയാള് മേജർ ആവണം, അഥവാ 18 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കണം അല്ലെ. 18 വയസ്സിന് താഴെ കുട്ടികൾ നമ്മൾ മൈനറിനെ വിളിക്കുക. ഒരു മൈനറിന് ഒരിക്കലും കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല, നമ്മുടെ നിയമം അതിന് അനുവദിക്കുന്നില്ല. പിന്നെ സൗണ്ട് മൈൻഡ് അഥവാ ബുദ്ധിയുള്ള ഒരാളായിരിക്കണം. അൺസൗണ്ട് മൈൻഡ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് അൺസൗണ്ട് മൈൻഡ്. ഒരു ഭ്രാന്തനായ ഒരാൾക്ക് ഒരിക്കലും ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഏർപ്പെട്ടാൽ ആ കോൺട്രാക്ട് വാലിഡ് അല്ല. അതുപോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ, നിയമപ്രകാരം ഡിസ്ക്വാളിഫൈ ചെയ്ത ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല? കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പറ്റില്ല. ഇതൊക്കെ ആരാന്ന് നമ്മൾ പറയട്ടോ. മേജർ ആരാണ്, സൗണ്ട് മൈൻഡ് ആരാണ്, ഡിസ്ക്വാളിഫൈഡ് ആരാന്നൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ ഡിസ്കസ് ചെയ്യും. അപ്പൊ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അടുത്തത് ലോഫുൾ കൺസിഡറേഷൻ അഥവാ എൻഫോഴ്സബിൾ ബൈ ലോ, നിയമപ്രകാരം കൃത്യമായിട്ട് സാധുത ഉണ്ടായിരിക്കണം നമ്മുടെ കോൺട്രാക്റ്റിന് അല്ലെ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഒരു കഞ്ചാവ് കച്ചവടത്തിന് വേണ്ടി അല്ലെങ്കിൽ ഡ്രഗ്സ് കച്ചവടത്തിന് ഡീലിങ്സിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കി. അതൊരിക്കലും എന്തല്ല ഒരു കോൺട്രാക്ട് അല്ല. അല്ലെങ്കിൽ ഒരു മോഷണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളെ വധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കി. അതൊന്നും എന്തല്ല? എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല, നിയമപ്രകാരം സാധുത ഉള്ള ഒരു കോൺട്രാക്ട് അല്ല. അതുകൊണ്ട് അതൊന്നും നമ്മൾ അവിടെ ഉൾപ്പെടുത്തില്ല, കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തില്ല. അപ്പോൾ അടുത്തൊരു പോയിന്റ് പറഞ്ഞ ലോഫുൾ കൺസിഡറേഷൻ അഥവാ എൻഫോഴ്സിബിൾ ബൈ ലോ, നിയമപ്രകാരം സാധുതയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആറാമത്തത് ലോഫുൾ ഒബ്ജക്റ്റ്, അതായത് അൺലോഫുൾ if it is illegal, immoral, defeat provisions of any law, ഏതെങ്കിലും നിയമങ്ങളെ തകർക്കുന്ന തരത്തില് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള, മോറൽ അല്ലാത്ത കാര്യങ്ങൾ, ഇമ്മോറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അത്തരത്തിലുള്ള ലക്ഷ്യത്തോടു കൂടെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? കോൺട്രാക്ട് ഉണ്ടാക്കാൻ പറ്റൂല. ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഞാൻ പറയാണ്, ഞാനും എൻ്റെ ഒരു സുഹൃത്ത് തമ്മിൽ കോൺട്രാക്ട് ഉണ്ടാക്കാൻ. ഞങ്ങളെ ലക്ഷ്യം എന്താ? അവിടെ ട്രാഫിക് ജാം ഉണ്ടാക്കണം അല്ലെ. ഇപ്പൊ നല്ലൊരു തിരക്ക് പിടിച്ചൊരു ടൗൺ ആണ്, അവിടെ ട്രാഫിക് ജാം ഉണ്ടാക്കണം, അവിടെ എല്ലാ ആളുകളെയും ബുദ്ധിമുട്ടിപ്പിക്കണം. ഇതെന്താണ്? നമ്മുടെ ഒരു ഇമ്മോറൽ ആക്ടിവിറ്റിയാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പബ്ലിക് പോളിസി, നമ്മുടെ പൊതുജനങ്ങളുടെ പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള ഒരു കാര്യം ട്രാഫിക് ജാം ഉണ്ടാക്കുക എന്നുള്ളത് അല്ലെ. അതൊരു അൺലോഫുൾ ആക്ടിവിറ്റിയാണ്, നിയമപ്രകാരം അല്ലെങ്കിൽ നിയമസാധുത ഇല്ലാത്തൊരു ആക്ടിവിറ്റിയാണ്. അത്തരത്തിലുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ട് അത്തരത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്ട് വാലിഡ് അല്ല. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ടേം ഇതാണ്, അൺലോഫുൾ ആക്ടിവിറ്റി അല്ലെ. നിയമപ്രകാരം തെറ്റായിട്ടുള്ള ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ അത് വോയിഡ് ആണ്, അഥവാ വാലിഡ് അല്ല. ഇതിനടുത്തത് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്, വോയിഡ് ആണ് എന്ന് നിയമപ്രകാരം പറഞ്ഞിട്ടുള്ള ഒരു കോൺട്രാക്റ്റിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഏർപ്പെടാൻ പറ്റൂല. വോയിഡ് പറഞ്ഞാൽ എന്താ? നിയമപ്രകാരം സാധുത ഇല്ലാത്തത്, അതാ നോട്ട് ഹാവ് ബീൻ ഡിക്ലെയർഡ് വോയിഡ്. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ആ കോൺട്രാക്ട് വോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ആ കോൺട്രാക്റ്റിൽ നമുക്ക് ഏർപ്പെടാൻ കഴിയില്ല അല്ലെ. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റുമായി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ലോ പറയാണ്. സപ്പോസ് തോക്ക് ഉണ്ടല്ലോ, തോക്ക് അല്ലെ, നമ്മളെ റൈഫിള്, ഒരു തോക്ക് വിൽക്കല് വോയിഡ് ആണ് എന്ന് ഇന്ത്യൻ ലോയിൽ പറയാണ് സപ്പോസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ തോക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്ട് എന്താണ്? വോയിഡ് ആണ്. കാരണം എന്താ? ഓൾറെഡി നിയമത്തിൽ പറയുന്നുണ്ട് അത്തരത്തിൽ നിങ്ങൾ ചെയ്യരുത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ നിയമപ്രകാരം ബാൻ ചെയ്തിട്ടുള്ള, നിയമപ്രകാരം നമ്മൾ റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കാര്യത്തിന്റെ മേലെ നമ്മൾ കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്ട് ഓൾറെഡി എന്തായിട്ട് മാറും? വോയിഡ് ആയിട്ട് മാറും, അഥവാ വാലിഡ് അല്ലാതായിട്ട് മാറും. ദെൻ എട്ടാമത്തത് ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ്. നമ്മൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ആളുകൾ തമ്മിൽ ലീഗൽ റിലേഷൻ അതിൽ അത്യാവശ്യമാണ്. ലീഗൽ റിലേഷൻ എന്ത് പറ്റില്ല? സോഷ്യൽ റിലേഷൻ പറ്റില്ല അല്ലെ. ഒരു ഉദാഹരണം, ഞാൻ ഒരാളെ കല്യാണത്തിന് വിളിച്ച് അല്ലെ, അദ്ദേഹം കല്യാണത്തിന് വന്നില്ല, ഞാൻ അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തു, ഒരിക്കലും അത് സാധുത ഉള്ളതല്ല. കാരണം ഞാൻ അദ്ദേഹം തമ്മിൽ എന്തില്ല? ലീഗൽ റിലേഷൻ ഇല്ല, മറിച്ച് സോഷ്യൽ റിലേഷൻ. ഒരു കല്യാണത്തിന് വരിക എന്നുള്ളതൊക്കെ നിയമപ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ അറ്റാച്ച് ചെയ്യാൻ കഴിയില്ല, അത് സോഷ്യൽ റിലേഷൻ ആണ്. അപ്പോൾ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തമ്മിൽ എന്തുണ്ടാവണം? ലീഗൽ റിലേഷൻസ് ഉണ്ടായിരിക്കണം. ഇതിനടുത്തത് സെർട്ടിനിറ്റി ഓഫ് മീനിങ് നോക്കാം. എഗ്രിമെന്റ് മസ്റ്റ് ബി സെർട്ടിൻ ആൻഡ് അൺഅംബിഗ്യസ്, അതായത് കൃത്യമായി, ക്ലിയർ എന്നുള്ള ഒരു വാക്ക് അതിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ക്ലിയർ, നമ്മുടെ അഗ്രിമെന്റ് വളരെ ക്ലിയർ ആവണം, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പറ്റില്ല
അല്ലെ? എന്തെങ്കിലുമൊക്കെ നമ്മുടെ അതില് ഇപ്പോ ഞാൻ വീട് വിൽക്കുകയാണ്, അപ്പൊ കൃത്യമായിട്ട് പറയണം ഏത് വീടാണ്, എത്ര ഫ്ലോർ ഉണ്ട് വീടിന്, എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട്, എത്ര പഴക്കമുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ട് അതിൽ സ്പെസിഫൈ ചെയ്യണം. അങ്ങനെ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ആ കോൺട്രാക്ട് എന്താണ്, വാലിഡ് അല്ല, അഥവാ വോയിഡ് ആണ്. ദെൻ ലാസ്റ്റ് പറയുന്നത് ലീഗൽ ഫോർമാലിറ്റീസ്. ഏത് കോൺട്രാക്റ്റിലും നിയമപ്രകാരം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു അഗ്രിമെന്റ് റൈറ്റ് എഴുതിയിട്ടുണ്ടാക്കണം, രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം, സ്റ്റാമ്പിങ് ഉണ്ടായിരിക്കണം, ചിലപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് ഇത്ര രൂപ. ഇപ്പൊ നമ്മൾ സ്ഥല കച്ചവടമൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അതിൽ ടാക്സ് അടക്കാനുണ്ട്, ഇത്ര എമൗണ്ട് ഒക്കെ ടാക്സ് അടക്കാനുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ നിയമപ്രകാരം ലീഗൽ ഫോർമാലിറ്റീസ് ആയിട്ട് എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ആ കോൺട്രാക്ട് വാലിഡ് ആവുന്നുള്ളൂ. ഇതാണ് 10ഓളം എസെൻഷ്യൽസ് ഫോർ എ വാലിഡ് കോൺട്രാക്ട്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറഞ്ഞാണ്, ക്ലിയർ ആണോ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് ഒന്ന് ഫാസ്റ്റിൽ പറഞ്ഞു പോയത് കേട്ടോ. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയേ. ഓക്കെ, റെഡി. എന്നാ അടുത്ത ടോപ്പിക് ഞാൻ കുറച്ച് ഫാസ്റ്റിൽ പോവാണേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഓഫർ അല്ല, ഇത് എവിടെയോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഓഫർ അക്സെപ്റ്റൻസ് എവിടെയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞത്? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയാൻ പറ്റുമോ? യെസ്, വെരി ഗുഡ്. എഗ്രിമെന്റ് അല്ലെ? എഗ്രിമെന്റ് നമ്മൾ പറഞ്ഞു ഓഫർ പ്ലസ് അക്സെപ്റ്റൻസ്, ഇത് രണ്ടും കൂടിയതാണ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഞാൻ പറയാണ് അല്ലെ, ഞാനിപ്പോ ആരോടാ പറയാ, ഞാനിപ്പോ നമ്മുടെ കൂട്ടത്തില് ഇപ്പൊ മിൻഹാജിനോട് പറയാണ്, ഞാനിതാ നിനക്കൊരു എഗ്രിമെന്റ്, എന്റെ കാറ് നിനക്ക് വിൽക്കാണ്, ഒരു 5 lakh rupees എന്റെ കാറ് നിനക്ക് വിൽക്കാണ്. ഇത് ഓഫറാണ്. ഇത് മിൻഹാജിന് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം, അവന്റെ ഇഷ്ടമാണ് അല്ലെ? അവനത് അക്സെപ്റ്റ് ചെയ്താൽ അവിടെ അക്സെപ്റ്റൻസ് ഉണ്ടായി. അവൻ ഓക്കെ അല്ല, 5 ലക്ഷത്തിന് എന്റെ കാർ വാങ്ങാൻ അവൻ ഓക്കെ അല്ല, അപ്പൊ അവൻ പറയണ എനിക്ക് വേണ്ട. അപ്പൊ എന്തായി? ഞാൻ ഓഫർ പറഞ്ഞു, അക്സെപ്റ്റൻസ് ഉണ്ടായില്ല. ഓക്കെ. അല്ല, ഞാൻ 5 ലക്ഷത്തിന് കാർ വിൽക്കാൻ റെഡിയായി, അവൻ അത് ഓക്കെ പറഞ്ഞ് അവൻ അക്സെപ്റ്റ് ചെയ്ത് പൈസ തന്നു. അപ്പൊ എന്തായി? അവിടെ ഓഫർ ഉണ്ടായി, അക്സെപ്റ്റൻസ് ഉണ്ടായി. ഇത് രണ്ടും ഒരു അഗ്രിമെന്റിൽ അത്യാവശ്യമാണ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ അതൊരു അഗ്രിമെന്റ് ആയിട്ട് മാറുള്ളൂ. ഇനി നോക്കാം, ഈ ഓഫറിനെയും അക്സെപ്റ്റൻസിനെയും കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് നമുക്ക്. നോക്കാം. an agreement arises only an offer ഉണ്ടാവും. ഒരു അഗ്രിമെന്റ് ഉണ്ടാകുന്നത് എവിടുന്നാണ്? ഒരു ഓഫറിലൂടെയാണ് അല്ലെ? ഈസ് മെയ്ഡ് ബൈ വൺ പേഴ്സൺ, ഒരാൾ എന്ത് ചെയ്യും? ഓഫർ കൊടുക്കും. ആൻഡ് ഈസ് അക്സെപ്റ്റഡ് ബൈ, രണ്ടാമത്തെ ആൾ അക്സെപ്റ്റഡ് ബൈ ദ അതർ പേഴ്സൺ. ഒരാൾ ഓഫർ കൊടുക്കും, അടുത്ത ആൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഇത് രണ്ടുണ്ടെങ്കിലേ അത് എന്തായിട്ട് മാറുള്ളൂ? ഒരു അഗ്രിമെന്റ് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഒരു അഗ്രിമെന്റിന് വേണ്ടത് ഫസ്റ്റ് ഓഫർ, ദെൻ ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ചെയ്യും? അക്സെപ്റ്റ് ചെയ്യും അല്ലെ? അപ്പൊ രണ്ടാമത്തെ അക്സെപ്റ്റൻസ്. ഈ രണ്ട് കാര്യവും ഒരു അഗ്രിമെന്റിൽ അത്യാവശ്യമാണ്. Thus, an offer and its acceptance is the starting point in making an agreement. ഒരു അഗ്രിമെന്റ് ഉണ്ടാക്കുന്നതിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് എന്താണ്? ഓഫർ ആണ് അല്ലെ? പിന്നത്തെ സ്റ്റേജ് എന്താണ്? അക്സെപ്റ്റൻസ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്തായിട്ട് മാറുള്ളൂ? അഗ്രിമെന്റ് ഉണ്ടായിട്ട് മാറുള്ളൂ. അപ്പൊ എക്സാം ചിലപ്പോൾ ചോദിക്കാട്ടോ, വാട്ട് ഈസ് ഓഫർ, അല്ലെങ്കിൽ വാട്ട് ഈസ് അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ വാട്ട് ഈസ് അഗ്രിമെന്റ് അല്ലെ? അഗ്രിമെന്റ് ചോദിച്ചത് രണ്ടും നിങ്ങൾ പറയണം. ഇനി അതിന് വീണ്ടും ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്, എന്താണ് ഓഫർ അല്ലെങ്കിൽ പ്രൊപ്പോസൽ. പ്രൊപ്പോസൽ എന്ന് പറഞ്ഞാലും ഓഫർ എന്ന് പറഞ്ഞാലൊക്കെ സെയിം ആണ് കേട്ടോ. നോക്കാം. an offer is a proposal made by one person to another to do or not to do something. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്. ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊപ്പോസൽ ആണ് അല്ലെ? മെയ്ഡ് ബൈ വൺ പേഴ്സൺ, ഏതെങ്കിലും ഒരാൾ പറയുന്ന അല്ലെ ഒരു പ്രൊപ്പോസൽ ആണ്. എന്തിന്? ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്. ഒരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാനോ ഒരാള് മറ്റൊരാളോട് പറയുന്ന പ്രൊപ്പോസലിനെ വിളിക്കുന്ന പേരാണ് ഓഫർ. ഒന്നുകൂടെ പറയാനേ, ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടോ ഒരു വ്യക്തി, വൺ പേഴ്സൺ ടു അനദർ അല്ലെ, മറ്റൊരു വ്യക്തിയോട് പറയുന്ന പ്രൊപ്പോസലിനെയാണ് ഓഫർ എന്ന് പറയുന്നത്. ഞാൻ പറയാണ്, എന്റെ കാറ് നിനക്ക് വാങ്ങിക്കൂടെ, അല്ലെ നിനക്ക് 5 ലക്ഷത്തിന് വാങ്ങാമോ അല്ലെ? ഇതൊരു ഓഫറാണ്. ഞാൻ മിസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരാളോട് പറയുന്ന ഒരു ഓഫറാണ്. ഓക്കെ. ഇറ്റ് ഈസ് വില്ലിംഗ്നെസ് ടു എൻറ്റർ ഇൻ ടു കോൺട്രാക്ട് ഓൺ സർട്ടൻ ടേംസ്. അപ്പോൾ ഈ ഒരു ഓഫറിലൂടെയാണ് ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, ഒരു കോൺട്രാക്റ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് ഓഫർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ മേക്കിംഗ് ദ പ്രൊപ്പോസൽ ഈസ് കോൾഡ് പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ. ആരാണ് ഓഫർ കൊടുക്കുന്നത് അദ്ദേഹത്തെ ഓഫറർ എന്ന് വിളിക്കും. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പോ ഇവിടെ സുനിത
സുനിത എന്ന് പറയുന്ന ഒരാള്, കറക്റ്റ് ശ്രദ്ധിച്ചോളി, നിങ്ങൾ ആൻസർ പറയണം കേട്ടോ. സുനിത എന്ന് പറയുന്ന ഒരാള്, വേറെ പോരാ, ഷഹല എന്ന് പറയുന്ന ഒരാളോട് പറയാണ്. ഷഹല, സുനിതയുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ 10,000 രൂപക്ക് ഷഹലക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ഓഫർ. സുനിത ഷഹലനോട് ചോദിക്കാണ്, എന്റെ ഫോണ് 10,000 രൂപക്ക് നിനക്ക് വിൽക്കട്ടെ, നീ റെഡി ആണോ, നീ ഓക്കെ ആണോ എന്ന് ആര് ചോദിക്കാണ്? സുനിത ഷഹലയോട് ചോദിക്കാണ്. അപ്പോ നോക്കിയേ, ദ പേഴ്സൺ ഹും ദ പ്രൊപ്പോസൽ ഈസ് മെയ്ഡ് ഈസ് കോൾഡ് പ്രോമിസി അല്ലെങ്കിൽ ഓഫറി. സോറി, തൊട്ട് മുകളിൽ തെറ്റോ, ദ പേഴ്സൺ മേക്കിംഗ് പ്രൊപ്പോസൽ, ആരാണോ പ്രൊപ്പോസൽ ഉണ്ടാക്കുന്നത് അയാളെ നമ്മൾ പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ എന്ന് വിളിക്കും, അല്ലെ? ആരാണ് ആ പ്രൊപ്പോസൽ സ്വീകരിക്കുന്നത്, അക്സെപ്റ്റ് ചെയ്യുന്നത്, അവരെ നമ്മൾ പ്രോമിസി അല്ലെങ്കിൽ ഓഫർ എന്ന് വിളിക്കും. എന്റെ ചോദ്യം, ഇതിൽ സുനിത ആരാണ്, ഷഹല ആരാണ്? സുനിതയാണ് അവളുടെ ഫോണ് ഷഹലക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ആ പറഞ്ഞോളൂ. സുനിത പ്രോമിസർ, ഷഹല പ്രോമിസ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അത് തന്നെയാണ് ആൻസർ. ഇവിടെ സുനിതയാണ് പ്രൊപ്പോസൽ കൊടുക്കുന്നത്, അല്ലെ? അവളാണ് ആദ്യം തുടങ്ങുന്നത്. അവൾ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോമിസർ. ആരാണോ പ്രോമിസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓഫർ കൊടുക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ. ഷഹലയാണ് അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ഷഹലയുടെ ഇഷ്ടമാണ് കേട്ടോ, അക്സെപ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, അവൾക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ, റിജക്ട് എന്തോ ആട്ടെ. അപ്പൊ ആരാണ് ആ പ്രൊപ്പോസൽ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആ പ്രൊപ്പോസൽ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കൊടുക്കുന്നത് അയാൾ പറയുന്ന പേരാണ് പ്രോമിസി അല്ലെങ്കിൽ ഓഫറി. ഇത് നോട്ട് ചെയ്ത് വെക്കണേ, ഇത് എക്സാം ചോദിക്കാൻ സാധ്യത ഉണ്ട്. 2 മാർക്കിന് ആരാണ് ഓഫറി അല്ലെങ്കിൽ ആരാണ് പ്രോമിസി എന്ന രൂപത്തിൽ 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ ഓഫർ കൊടുക്കുന്ന ആളെ ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ എന്ന് പറയും. ഓഫർ സ്വീകരിക്കുന്ന ആളെ, അല്ലെ, സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം, ഓഫർ സ്വീകരിക്കുന്ന ആളെ ഓഫറി അല്ലെങ്കിൽ പ്രോമിസി എന്ന് വിളിക്കും. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കിയേ. X says to Y, X Yനോട് പറയാനേ, I want to sell my car to you for ₹1 lakh. എക്സ് ആണ് പറയുന്നത് കേട്ടോ. അപ്പൊ എക്സിന്റെ കയ്യിലാണ് കാർ ഉള്ളത്. എക്സ് വൈനോട് പറയാണ്, ഞാൻ എന്റെ കാർ 1,00,000 രൂപക്ക് നിനക്ക് വിൽക്കാൻ റെഡിയാണ്. ടു സെൽ കാർ, അല്ലെ, കാർ വിൽക്കുക എന്നതാണ് ഇവിടെ ഓഫർ. കാർ വിൽക്കുക എന്നുള്ളതിനെയാണ് ഓഫർ എന്ന് പറയാം അല്ലെങ്കിൽ പ്രൊപ്പോസൽ എന്ന് പറയാം. എക്സ് മേഡ് ദ ഓഫർ, എക്സ് ആണ് ഇവിടെ ഓഫർ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ പ്രൊപ്പോസൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എക്സിനെ വിളിക്കുന്ന പേര് ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ. വൈ ആണ് ആ ഓഫർ സ്വീകരിക്കുന്ന ആൾ, അല്ലെ, വൈ, ടു ഹൂം ദ ഓഫർ ഹാസ് ബീൻ മെയ്ഡ്. ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഫർ പറയുന്നത് അല്ലെങ്കിൽ ഓഫർ സ്വീകരിക്കുന്ന ആൾ ആരാണോ, അഥവാ ഇവിടെ വൈ ആണ്, വൈനെ വിളിക്കുന്ന പേര് ഓഫറി അല്ലെങ്കിൽ പ്രോമിസി. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റീക്യാപ്പ് ചെയ്യുക. എന്താണ് ഓഫർ, അല്ലെ? ഒരു പ്രൊപ്പോസൽ ആണ്, ഒരു കാര്യം ചെയ്യാനോ ചെയ്യാതിരിക്കാനോ വേണ്ടിയിട്ട് 2 വ്യക്തികൾ തമ്മിൽ, ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് പറയുന്ന പ്രൊപ്പോസലിനെയാണ് ഓഫർ എന്ന് പറയാം. ആരാണ് ഓഫറർ അല്ലെങ്കിൽ പ്രോമിസർ? ആരാണോ ആ ഒരു പ്രൊപ്പോസൽ ചെയ്യുന്നത്, കൊടുക്കുന്നത്, നൽകുന്നത്, അദ്ദേഹത്തെ വിളിക്കുന്ന പേര് പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ. ആരാണ് പ്രോമിസി അല്ലെങ്കിൽ ഓഫറി? ഈ പ്രോമിസ് അല്ലെങ്കിൽ ഓഫർ ആരാണോ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹത്തെ വിളിക്കുന്ന പേരാണ് ഓഫർ അല്ലെങ്കിൽ പ്രോമിസി. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ, ഓഫർ എന്താണ്, അതുപോലെ പ്രോമിസർ അല്ലെങ്കിൽ ഓഫറർ ആരാണ്, പ്രോമിസി അല്ലെങ്കിൽ ഓഫർ ആരാണ്. ക്ലിയർ അല്ലേ? ഈ 3 പോയിന്റ് ആണ് ഈ സ്ലൈഡിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറഞ്ഞാണ്. ഓക്കെ, റെഡി. എന്നാ നെക്സ്റ്റ് കുറച്ച് ഫാസ്റ്റ് ഓവർ ആവണ്ടേ പറയുള്ളൂ കേട്ടോ. എസെൻഷ്യൽസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് ഓഫർ. ഒരു വാലിഡ് ഓഫറിന്റെ എസെൻഷ്യൽസ് ചിലപ്പോ 5 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ഈ ഓഫറിനും അതുപോലെ തന്നെ അക്സെപ്റ്റൻസിനും അതിന്റെ എസെൻഷ്യൽസ് പറയുന്നുണ്ട്. അപ്പൊ അത് ചിലപ്പോൾ ഒരു 5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചുമ്മാ ഒന്ന് സ്പീഡ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ്. ദ ഓഫർ മസ്റ്റ് കാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ് ലീഗൽ റിലേഷൻ. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു, ലീഗൽ റിലേഷൻ ആണ് വേണ്ടത്. സോഷ്യൽ റിലേഷൻ എന്തുണ്ടാവില്ല, ഓഫറും അക്സെപ്റ്റൻസും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ലീഗൽ റിലേഷൻ ആണ് അവിടെ ഉണ്ടാകേണ്ടത്. ഇപ്പൊ സപ്പോസ് ഞാൻ എന്റെ വൈഫ് കുറച്ച് മാങ്ങ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു സപ്പോസ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു 2 കിലോ മാങ്ങ വൈഫിന് വാങ്ങിക്കൊണ്ടേ കൊടുത്തു. ഓക്കെ, അവൾ അതെടുത്തു. വേറെ ദിവസം അതുപോലെ എന്നോട് മാങ്ങ വാങ്ങിക്കൊണ്ടാവാൻ പറഞ്ഞു, പക്ഷെ ഞാൻ മാങ്ങ വാങ്ങിക്കൊണ്ടേയില്ല. അപ്പൊ അവൾക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? മൂപ്പര് എനിക്ക് മാങ്ങ വാങ്ങി തന്നില്ല എന്ന് വന്നിട്ട്. കാരണം ഞാനും വൈഫും തമ്മിലുള്ള റിലേഷൻ എന്തല്ല, ലീഗൽ റിലേഷൻ അല്ല, അവിടെ സോഷ്യൽ റിലേഷൻ ആണ്. സോഷ്യൽ റിലേഷന്റെ മേൽ എന്ത് ചെയ്യാൻ പാടില്ല, നമുക്ക് കേസ് കൊടുക്കാൻ പറ്റൂല. ലീഗൽ റിലേഷൻ വേണം. ഓക്കെ, ഇപ്പൊ ഒരു ഉദാഹരണം, ഒരു കുട്ടി അവന്റെ ഉമ്മയോട് പറയാണ്,
എനിക്കൊന്ന് ഓംപ്ലേറ്റ് ഉണ്ടാക്കി തരണം, എനിക്കൊന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ഓംപ്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. ആ ഉമ്മ അവനക്ക് ഉണ്ടാക്കി കൊടുത്തില്ല. അപ്പൊ ആ കുട്ടിക്ക് ഉമ്മാക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല. എനിക്കൊന്ന് ഓംപ്ലേറ്റ് ഉണ്ടാക്കി തന്നില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം ആ ഉമ്മയും കുട്ടിയും തമ്മിലുള്ളത് എന്തല്ല, ലീഗൽ റിലേഷൻ അല്ല, സോഷ്യൽ റിലേഷൻ ആണ്. അപ്പോ ഒരു ഓഫർ കൃത്യമാവണമെങ്കിൽ, വാലിഡ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം, ആ പാർട്ടീസ് തമ്മില്, പാർട്ടീസ് ആര് തമ്മിലാണോ കോൺട്രാക്ട് ഉണ്ടാക്കുന്നത് ആ പാർട്ടീസ് തമ്മിൽ എന്തുണ്ടാവണം, ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ഓഫർ മസ്റ്റ് ബി സർട്ടൻ ഡെഫിനിറ്റ് അഥവാ ക്ലിയർ. ആ ഒരു വാക്ക് ഇതിൽ ഓർത്തു വെക്കുക. ഓഫർ കൃത്യമാവണം, ഒരു കൺഫ്യൂഷൻ അതിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലെ, ഇപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് 2 കാർ ഉണ്ട്, ഞാൻ നിനക്കൊരു കാറ് വിൽക്കട്ടെ എന്ന് ചോദിച്ചാൽ അത് ഓഫർ ആവില്ല. കാരണം എൻ്റെ അടുത്ത് 2 കാർ ഉണ്ട്, അവിടെ സ്പെസിഫൈ ചെയ്യണം. എന്റെ അൾട്ടോ കാറ് അല്ലെ 5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം രൂപക്ക് നിനക്ക് ഞാൻ വിൽക്കാണ്, അതാണ് ഓഫർ. അപ്പൊ കൃത്യമാണ്, സെർട്ടൻ ആണ്, ഡെഫിനിറ്റ് ആവണം, ക്ലിയർ ആവണം. ഒരു കൺഫ്യൂഷനും ആ ഓഫറിൽ ഉണ്ടാവാൻ പാടില്ല. അതാണ് സെക്കൻഡ് പോയിന്റ്, ക്ലിയർ ആവണം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു ലീഗൽ റിലേഷൻ ഉണ്ടാവണം. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്, ക്ലിയർ ആവണം അല്ലെ, കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. തേർഡ് പോയിന്റ് നോക്കിയ, ദ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ അതർ പാർട്ടി. ആ ഓഫർ കൃത്യമായിട്ട് നമ്മുടെ രണ്ടാമത്തെ ആളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാവണം. എന്താ അങ്ങനെ പറഞ്ഞ, ഇപ്പതാ ഒരു തമിഴ് ഒരു ബംഗാളിയുമായിട്ടാണ് നമ്മൾ എന്ത് ഓഫർ ഉണ്ടാക്കുന്നത്, ബംഗാളിയുമായിട്ടാണ് അഗ്രിമെന്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മലയാളത്തിൽ എഴുതിയിട്ട് അയാൾക്കാണ്ട് കൊടുത്ത്, അയാൾക്ക് മലയാളം വായിക്കാൻ അറിയില്ല. അപ്പൊ പിന്നെ നമ്മൾ കൊടുത്തിട്ട് കാര്യമല്ലല്ലോ. അപ്പൊ അതാണ്, കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു കണ്ണ് കാണാത്തൊരു വ്യക്തിയാണ്, സപ്പോസ് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് ഞാനൊരു പേപ്പറിൽ എഴുതിയിട്ട് അങ്ങോട്ട് കൊടുത്തു, ഇതാന്റെ ഓഫർ എന്ന് പറഞ്ഞിട്ട്. അതായിട്ട് കാര്യമല്ല, കാരണം അയാൾക്ക് അത് വായിക്കാൻ കിട്ടൂല. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലെ. ഇപ്പൊ ചെവി കേൾക്കാത്ത ഒരാളാണ്, അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അദ്ദേഹത്തിന് കേൾക്കില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ചിലപ്പോ കൈയായിട്ട് ആക്ഷൻ ഒക്കെ വെച്ചിട്ട് അത് കൃത്യമാണ്. അപ്പൊ എന്തോ ആവട്ടെ, മറ്റു പാർട്ടി, അതർ പാർട്ടി ആരാണോ അദ്ദേഹമായി കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാവണം നമ്മുടെ ഓഫർ. ഓക്കെ, നമ്മുടെ ഓഫർ നമ്മുടെ അതർ പാർട്ടിയുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ആ അതർ പാർട്ടി എങ്ങനെയാണോ അയാൾക്ക് പറ്റുന്ന രൂപത്തിലായിരിക്കണം നമ്മൾ പറയേണ്ടത് അല്ലെ. ഇപ്പൊ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ ആ രൂപത്തില്, ഡഫോ ഡംബോ ആയിട്ടുള്ള ആളാണെങ്കിൽ ആ രൂപത്തില്. നമ്മുടെ അതർ ഓപ്പോസിറ്റ് പാർട്ടി ആരാണോ അയാളുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഓഫർ. അപ്പൊ ഒന്നുകൂടെ പറയാണ്, ഫസ്റ്റ് ഒരു ഓഫർ, വാലിഡ് ഓഫറിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പാർട്ടീസ് തമ്മിൽ ലീഗൽ റിലേഷൻ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു ക്ലിയർ ആവണം അല്ലെ, ഓഫർ കൃത്യമാവണം, കൺഫ്യൂഷൻ ആവരുത്. മൂന്നാമത് പറഞ്ഞു അതർ പാർട്ടി, നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടിയുമായിട്ട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ഓഫർ. Then fourth point പറയാണ്, the offer must be made with a view to obtaining consent of the offeree. അഥവാ നമ്മുടെ ഓപ്പോസിറ്റ് പാർട്ടി അല്ലെ, അതാണ് ഓഫറി എന്ന് പറയുന്നത്. ആ ഓഫറിക്ക് ആ ഓഫറിക്ക് പറ്റുന്നതാണ്, മീൻസ് വിത്ത് എ വ്യൂ ഒബ്റ്റൈനിങ് ദ കൺസെന്റ്, അയാൾക്ക് സമ്മതമുള്ള ഒരു കാര്യമാവണം. ഓക്കെ, അപ്പോ നമ്മൾ എന്തെങ്കിലും ചുമ്മാ ഓഫർ കൊടുത്തിട്ട് കാര്യമില്ല, ആ നമ്മുടെ ഓഫറിക്ക് അഥവാ ഓപ്പോസിറ്റുള്ള ആൾക്ക് കൃത്യമായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അയാൾക്ക് സമ്മതം ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ് വേറെ ഒരാളോട്, ഇപ്പൊ നിന്റെ വീട് പൊളിച്ചു കളെ, എന്നാ ഞാൻ നിനക്കൊരു 1000 രൂപ തരാം. അതൊരിക്കലും എന്താവില്ല, നമ്മുടെ ഓഫറിക്ക് കൺസെന്റ് ഉള്ള, സമ്മതമുള്ള ഒരു കാര്യമാവില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് അത് സമ്മതിക്കാൻ പറ്റുന്ന ഒരു കാര്യമാവണം നമ്മുടെ ഓഫറിൽ ഉണ്ടാവേണ്ടത്. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, ദ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം an answer to a question. ഒരു ക്വസ്റ്റ്യന്റെ നമ്മൾ പറയുന്ന ഓഫറിൽ പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അതാ നോ കൺഫ്യൂഷൻ, അതാ അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ഞാൻ ഒരു ഓഫർ പറയാം, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഓഫർ പറയാണ്, എൻ്റെ കാറ് നിനക്ക് വിൽക്കട്ടെ, നീ വാങ്ങാൻ റെഡി ആണോ? ഇവിടെ കൺഫ്യൂഷൻസ് ഉണ്ട് അല്ലേ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് എൻ്റെ കാറ് നിങ്ങൾക്ക് ഞാൻ വിൽക്കുകയാണ് കേട്ടോ എന്ന് പറയണം. ഇവിടെ എന്താ നിങ്ങളെ കൺഫ്യൂഷൻ എന്ന് ചോദിച്ചാണ്, ഞാൻ അത്രേ പറയുന്നുള്ളൂ, എൻ്റെ കാറ് ഇതാ നിങ്ങൾക്ക് വിൽക്കുന്നു. എത്ര രൂപയ്ക്കാണ്? വെരി ഗുഡ്. ഒന്നാമത്തെ ചോദ്യം എത്രയാണ് എമൗണ്ട്. വേറെ കൺഫ്യൂഷൻ എന്താ, വേറെ ക്വസ്റ്റ്യൻ എന്താ അല്ലെ, ഏത് മോഡലാണ് ഒരു ചോദ്യം ഉണ്ടാവും, ഏത് കാറാണ് അല്ലെ, ഏത് കാറാണ്, ഇങ്ങനെ കുറെ ചോദ്യം ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഇടുണ്ടാവരുത്. ഇപ്പൊ ഞാൻ പറയാണ് എൻ്റെ അൾട്ടോ കാറ് 2020 മോഡൽ കാറ് 2 ലക്ഷം രൂപക്ക് നിനക്ക് ഞാൻ നൽകട്ടെ, നീ സ്വീകരിക്കാമോ? ഇത് ക്ലിയറാ
അല്ലെ? അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം കാറ് പറഞ്ഞു, അതിന്റെ റേറ്റ് പറഞ്ഞു, അതിന്റെ മോഡല് പറഞ്ഞു, എല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഒരു ഓഫർ. അതാ പറഞ്ഞത്, ദ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ആൻ ആൻസർ ടു എ ക്വസ്റ്റ്യൻ. എല്ലാ ചോദ്യങ്ങളിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്ന രൂപത്തിലുള്ള ഒരു ഓഫർ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിന്റെ അർത്ഥം നോ കൺഫ്യൂഷൻ, ഒരു കൺഫ്യൂഷനും നമ്മുടെ ഓഫറിൽ ഉണ്ടാവരുത്, ഫുള്ള് ക്ലിയർ ആയിരിക്കണം. സിക്സ്ത്, ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. അത് കറക്റ്റ് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ അങ്ങനെ ഒരു അങ്ങാടിയിലൂടെ നടന്നു പോവാണ്, അവിടെ കാണിക്കുന്നുണ്ട് അല്ലെ, അവിടെ നോക്കിയ പ്രൈസ് ലിസ്റ്റ് ഉണ്ടാവും, കാറ്റലോഗ് ഉണ്ടാവും, ഡിസ്പ്ലേ അല്ലെ, അവിടെ അങ്ങനെ കാണുന്നുണ്ട് ഡ്രസ്സിന് 50% ഓഫർ. അത് വെച്ചിട്ട് ഞാൻ ആ കടയ്ക്ക് കയറിപ്പോയി. അങ്ങനെ അയാളോട് റേറ്റ് ചോദിച്ചു. അപ്പൊ റേറ്റ് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു ഇതിന് ഇത്ര രൂപയാണ്. അപ്പൊ എനിക്ക് ഞാൻ നോക്കുമ്പോ അതിന്റെ 50% ഓഫറൊന്നും അതിലില്ല. എനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റൂല. കാരണം അയാൾ എന്നെ വിളിച്ചതൊന്നല്ല, ഞാൻ പുറത്തുള്ള ഡിസ്പ്ലേ ബോർഡ് കണ്ടിട്ട് കയറിയതാണ് അല്ലെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയേക്കുമ്പോഴാണ് ഒറിജിനൽ അത്ര പ്രൈസ് ഒന്നും അവിടെ ഡിസ്കൗണ്ട് ഇല്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പൊ എനിക്ക് അയാൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് എന്തല്ല, ഒരു ഓഫർ ആയിട്ട് നമ്മൾ പരിഗണിക്കില്ല. ഓക്കെ, നേരെ മറിച്ച് അയാൾ എന്നെ വിളിച്ച് വരുത്തിയിട്ട് എനിക്ക് ഡ്രസ്സ് കാണിച്ചു തന്നതാണ്, എന്നിട്ട് ഞാൻ നോക്കുമ്പോ പ്രൈസ് മാറ്റമുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാം. അല്ലാണ്ട് പുറത്തുള്ള ബോർഡ് കണ്ടിട്ടോ, കാറ്റലോഗ് കണ്ടിട്ടോ, പ്രൈസ് ലിസ്റ്റ് കണ്ടിട്ടോ ഞാൻ പോയി ആ സാധനം പർച്ചേസ് ചെയ്തു, അങ്ങനെ എനിക്ക് അയാൾക്കെതിരെ, ഞാൻ ഉദ്ദേശിച്ച ഡിസ്കൗണ്ട് കിട്ടിയില്ലെങ്കിൽ അയാൾക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതാണ് ഇൻവിറ്റേഷൻ ടു ആൻ ഓഫർ ഈസ് നോട്ട് ആൻ ഓഫർ. ഒരു ഓഫറിനുള്ള ഇൻവിറ്റേഷൻ എന്ന് പറയുന്നത് അതെന്തായിട്ട് നമ്മൾ പരിഗണിക്കില്ല, ഒരു ഓഫർ ആയിട്ട് പരിഗണിക്കില്ല. ഒരു 10-12 പോയിന്റ് പറഞ്ഞിട്ട് ഇതിലൊരു 4-5 പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തു വെക്കണേ. നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ, എല്ലാതും പഠിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഏറ്റവും, കാരണം അതൊക്കെ ഒരു 5 മാർക്കിനെ മാക്സിമം ചോദിക്കുള്ളൂ. അപ്പോൾ ഇത്രയും പോയിന്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാറിയോ, നിങ്ങൾക്ക് ഏറ്റവും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 5 പോയിന്റ് ഓർത്തു വെക്കുക അല്ലെ. ഫസ്റ്റ് ഇതൊക്കെ സിമ്പിൾ ആണ്, ലീഗൽ റിലേഷൻ വേണം, അതുപോലെ ക്ലിയർ ആവണം അല്ലെ, ഡെഫിനിറ്റ് ആവണം, ഓപ്പോസിറ്റുള്ള പാർട്ടിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 5 പോയിന്റ് ഇതിൽ നിന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത പറയാം, 7ാമത്തെ പോയിന്റ്, ദ ഓഫർ മസ്റ്റ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ദ മെർജ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ ഇന്റൻഷൻ അല്ലെ. ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഈ പോയിന്റ് ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് മാത്രം എടുത്താൽ മതി കേട്ടോ. ദ ടേംസ് ഓഫ് ആൻ ഓഫർ ഷുഡ് ബി ക്ലിയർ. അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ടേംസ് ഓഫ് ഓഫർ ഷുഡ് ബി ക്ലിയർ. ഇനി ആ പോയിന്റ് വേണ്ട നിങ്ങൾ ഇത് എടുത്താൽ മതി, ഇതിന്റെ വിശദീകരണം ഉണ്ടല്ലോ അത് പോയിന്റ് ആക്കിയാൽ മതി, ഒരു കുഴപ്പമില്ല. ദ ടേംസ് ഓഫ് ആൻ ഓഫർ ഷുഡ് ബി ക്ലിയർ, അങ്ങനെ കൊടുത്താൽ മതി. അഥവാ ദർ ഈസ് നോ കൺഫ്യൂഷൻ വാട്ട് എവർ ഇറ്റ് ഈസ് എ വാലിഡ് ഓഫർ. അതൊരു വാലിഡ് ഓഫർ ആണെന്നുള്ളതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്, വളരെ ക്ലിയർ ആയിരിക്കണം. എല്ലാ പോയിന്റും ഇങ്ങനെ കണക്റ്റഡ് ആണ് കേട്ടോ, നമുക്കൊക്കെ സെയിം ആയിട്ട് തോന്നും. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്ന ടേംസ് എന്ത് ചെയ്യണം, ക്ലിയർ ആവണം. ടേംസ് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടേംസും വളരെ ക്ലിയർ ആയിരിക്കണം. ഇനി അടുത്തത്, സ്പെഷ്യൽ കണ്ടീഷൻ അറ്റാച്ച്ഡ് ടു ആൻ ഓഫർ മസ്റ്റ് ഓൾസോ ബി കമ്മ്യൂണിക്കേറ്റഡ്. ഇപ്പൊ നമ്മുടെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കണം അല്ലെ. ഇപ്പൊ ഞാൻ എന്റെ കാറ് വിൽക്കുകയാണ്, അപ്പൊ ഞാൻ പറയാണ് അത് ഓട്ടോമാറ്റിക് ആണ്, അല്ലെങ്കിൽ അതിന് ഇന്ന കംപ്ലൈന്റ് ഉണ്ട് അല്ലെ, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. സ്പെഷ്യൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, എങ്കിലേ ആ കോൺട്രാക്ട് വാലിഡ് ആവുന്നുള്ളൂ. ദെൻ അടുത്തത്, ദ ഓഫർ മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്. 2 രൂപത്തിലും വരാം, ഒന്നുകിൽ പോസിറ്റീവ് ആയിട്ട് വരാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടും വരാം. 2 രൂപത്തിലും ഓഫർ വരാൻ സാധ്യത ഉണ്ട്. ദെൻ 10ാമത്തത്, ദ ഓഫർ മേ ബി എക്സ്പ്രസ്ഡ് ഓർ ഇംപ്ലൈഡ്. എക്സ്പ്രസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എക്സ്പ്രസ് ആണ് കൃത്യമായിട്ട് അതിൽ ഡിഫൈൻ ചെയ്തിരിക്കും. എക്സ്പ്രസ് ബൈ വേർഡ് ഓർ റിട്ടൺ ഓർ സ്പോക്കൺ, വാക്കാലോ അല്ലെങ്കിൽ എഴുത്താലോ ഒക്കെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കും. ഇംപ്ലൈഡ് പറഞ്ഞാൽ അവിടെ കറക്റ്റ് പറയൂല അല്ലെ. ഒരു ഉദാഹരണം, ഞാനൊരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഫുഡ് കഴിച്ചു, അവിടെ പൈസ കൊടുക്കണം എന്നുള്ളത് എന്തുണ്ട്, അവിടെ ഒരു കോൺട്രാക്ട് ഉണ്ട്, അതാരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യണം, ക്യാഷ് കൊടുത്തിരിക്കണം. അത് ഇംപ്ലൈഡ് ആണ്. അപ്പൊ ഓഫർ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പ്രസ് ഉണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇംപ്ലൈഡ് ഉണ്ട്. ഇംപ്ലൈഡ് മീൻസ് എക്സ്പ്രസ് ചെയ്യാത്തത്, കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാത്തത്. 2 രൂപത്തിലും അങ്ങനെ വരാറുണ്ട്. ദെൻ ലാസ്റ്റ്, ദ ഓഫർ മേ ബി സ്പെസിഫിക് ഓർ ജനറൽ. സ്പെസിഫിക് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാണ്, ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു 50 വയസ്സുള്ള ആൾക്ക് ഇന്ന ഗിഫ്റ്റ് ഞാൻ കൊടുക്കാം, അത് സ്പെസിഫിക് ആണ്.
50 വയസ്സുള്ള ആള് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ 40 വയസ്സുള്ള ആളോ അല്ലെങ്കിൽ 45 വയസ്സുള്ള ആളോ ഓഫർ കിട്ടില്ല, അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് കിട്ടില്ല. ആർക്കാണ്? ഒരു സ്പെസിഫൈഡ് ആണ്, എല്ലാവർക്കും അത് പറ്റില്ല. നേരെ മറിച്ച് ഞാൻ പറയാണ്, എന്റെ ക്ലാസ്സിൽ എല്ലാ ആളുകൾക്കും എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്. അത് ജനറൽ ആണ്, അവിടെ ആരും ഞാൻ സ്പെസിഫൈ ചെയ്യുന്നില്ല, ആരും പ്രത്യേകം എടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും ഒരുപോലെ അത് ബാധകമാണ്. അപ്പൊ അതാണ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ആളുകളിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ജനറൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആയിട്ട് എല്ലാവർക്കും വേണ്ടി പറയുന്നത്. ആ രണ്ട് രൂപത്തിലും ഓഫർ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. 11ഓളം പോയിന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു 5 പോയിന്റ് നിങ്ങൾ എടുത്തെഴുതണം. ആ 5 പോയിന്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് ഓഫർ. ഒരു ഓഫറിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ, വാലിഡ് ഓഫറിന് കേട്ടോ, ഒരു വാലിഡ് ഓഫറിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. യെസ്, അടുത്ത ടോപ്പിക്കിലേക്ക് പോവല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണേ. ഓക്കെ ഓക്കെ, ഞാന് അറിയാം ഫാസ്റ്റ് കൂടുതലാണെന്നുള്ളത്, പക്ഷെ ഇപ്പൊ നമുക്ക് അതല്ലാണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഫാസ്റ്റിൽ തന്നെയാണ് പോകുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആണ് കൈൻഡ്സ് ഓഫ് ഓഫർ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഓഫർ. ഓഫറിന്റെ ടൈപ്സ്, ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ഈ രൂപത്തിൽ തന്നെ ചോദിക്കാം, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഓഫേഴ്സ് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണെന്ന് അറിയോ, മിക്കവാറും സാധ്യത എങ്ങനെയാ വെച്ചാൽ ഇതിൽ ഏതെങ്കിലും 1-2 വാട്ട് ഈസ് സ്പെസിഫിക് ഓഫർ അല്ലെ വാട്ട് ഈസ് ജനറൽ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും 1-2 2 മാർക്കിനും ചോദിക്കാം. ഈ 2 രൂപത്തിൽ ചോദിക്കാൻ സാധ്യത ഉണ്ട്. ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ടെക്സ്റ്റില് കൈൻഡ്സ് ഓഫ് ഓഫർ ആരെങ്കിലും ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടോ? സെക്കൻഡ് ചാപ്റ്റർ ആണ്, പേജ് നമ്പർ 21. ഓക്കെ, പേജ് നമ്പർ 21 ആണ് കേട്ടോ. കൈൻഡ്സ് ഓഫ് ഓഫർ. ഓക്കെ, അഥവാ ടൈപ്സ് ഓഫ് ഓഫർ കേട്ടോ. ഒന്ന്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടെ ഞാൻ പറയാണ്, എക്സ്പ്രസ് ഓഫർ. ഈ കോൺട്രാക്റ്റിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്രസ് കോൺട്രാക്ട് എന്നുള്ളത് അല്ലെ. അവിടെ എന്താന്ന് പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? വാട്ട് ഈസ് എക്സ്പ്രസ് കോൺട്രാക്ട്? കോൺട്രാക്ട് കേട്ടോ, ഓഫർ അല്ലേ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് എക്സ്പ്രസ് ചെയ്തതല്ലേ? യെസ്, വെരി ഗുഡ്. അതിലെ എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും കംപ്ലീറ്റ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതന്നെയാണ് ഇവിടെയും പറയുന്നത്, എക്സ്പ്രസ് ഓഫർ. അഥവാ an express offer is one which made by words spoken or written. ഒന്നുകിൽ വാക്കാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ റിട്ടൺ എഴുതിയിട്ട് നമ്മൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും ഇല്ലേ. നമ്മൾ കാറ് വിൽക്കുന്ന ഓഫർ പറഞ്ഞു, എന്റെ കാറ് 1,00,000 രൂപക്ക് ഞാൻ വിൽക്കാൻ റെഡിയാണ് അല്ലെ, നിങ്ങൾ വാങ്ങാൻ ഓക്കെ ആണോ? ഇതെന്താണ്? സ്പോക്കൺ ആയിട്ട് അല്ലെ, സ്പോക്കൺ ആയിട്ട് വേർഡ്സ് ആയിട്ട് വാക്കാൽ പറയുന്ന ഒരു ഓഫറാണ്. ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു എഗ്രിമെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എഴുതി ഉണ്ടാക്കും അല്ലെ, ഇന്നതാണ് എന്റെ ഓഫർ. അതെന്താണ്? റിട്ടൺ ആണ്. അങ്ങനെ റിട്ടൺ ആയിട്ടോ വേർഡ്സ് ആയിട്ടോ എക്സ്പ്രസ് ചെയ്യുന്ന, കറക്റ്റ് പറയുന്ന ഓഫറുകളെയാണ് എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. ഇനി ജസ്റ്റ് വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ എല്ലാവരും, വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യും. രണ്ടാമത്തത് ഇംപ്ലൈഡ് ഓഫർ. ഇംപ്ലൈഡ് ഓഫർ എന്ന് പറഞ്ഞാൽ അവിടെ പറയൂല. ഓക്കെ, ആൻ ഇംപ്ലൈഡ് ഓഫർ വൺ വിച്ച് മെയ്ഡ് അതർവൈസ് ദാൻ വേർഡ്. വാക്കിലൂടെ അല്ലെങ്കിൽ റിട്ടൺ ആയിട്ടൊന്നും നമ്മൾ പറയൂല, പക്ഷെ അത് അവിടെ ഉണ്ടാകും. ഓക്കെ, ഇറ്റ് ഈസ് inferred from the conduct of the person or circumstances of the particular case. ആ ഒരു സാഹചര്യം വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതൊരു ഓഫർ ആയിട്ട് മനസ്സിലാക്കണം അല്ലെ. നമ്മൾ കടയിൽ പോയിട്ട് ഫുഡ് കഴിച്ചു, ക്യാഷ് കൊടുക്കണം. നമ്മൾ കോൺട്രാക്റ്റിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ക്യാഷ് കൊടുക്കുക എന്നുള്ളത് എവിടെയും പറയൂല, പക്ഷെ ആ ഒരു സാധനം അവിടെ ഉണ്ട് അല്ലെ, അതൊരു കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ട്. എന്ന പോലെ തന്നെ ഇംപ്ലൈഡ് ഓഫർ, അതവിടെ ആരും പറയൊന്നുമില്ല, പക്ഷെ ആ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട്. അഥവാ അതൊരു മറഞ്ഞു കിടക്കുന്ന ഓഫറാണ്, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതല്ല, മറഞ്ഞു കിടക്കുന്നതായിട്ട് അവിടെ ഉണ്ട്. അതാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, ഇറ്റ് ഈസ് മെയ്ഡ് അതർവൈസ് ദാൻ ഇൻ വേർഡ്സ്. വാക്കുകൾക്ക് അതീതമായിട്ട്, വാക്കുകൾക്ക് അപ്പുറത്ത് ഉള്ള ഒരു ഓഫറിനെയാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയാം. വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യാം എല്ലാവരും, ആരോ ഒന്ന് മ്യൂട്ട് ചെയ്യണേ, വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോ എക്സ്പ്രസ് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വാക്കാലോ റിട്ടൺ ആയിട്ടോ നമ്മൾ അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാകും. ഇംപ്ലൈഡ് നമ്മൾ പറഞ്ഞു അതർ ദാൻ ഇൻ വേർഡ്സ്, വാക്കുകൾക്ക് അതീതമായിട്ട് ആ സാധനം, ആ ഓഫർ അവിടെ ഉണ്ടാകും, അവിടെ നിലനിൽക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ വാക്കായിട്ട് പറയൂല. ഓക്കെ, ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒന്ന് മ്യൂട്ട് ചെയ്യട്ടോ, വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യേ.
അടുത്തത് സ്പെസിഫിക് ഓഫർ. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ്, മിസ്റ്റർ രാജുവിന് എന്റെ കാർ ഞാൻ വിൽക്കുകയാണ് ഒരു 1 lakh rupees-ന്. അപ്പൊ അത് ആർക്ക് മാത്രമേ ബാധകമുള്ളൂ? രാജുവിന് മാത്രമേ ബാധകമുള്ളൂ. അത് വിചാരിച്ച് സോനു അല്ലെങ്കിൽ സുനില് അത് കേട്ട് വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ അത് ആർക്ക് കൊടുത്ത ഓഫറാ? രാജുവിന് മാത്രം കൊടുത്ത ഓഫറാ. ഇതാണ് സ്പെസിഫിക് ഓഫർ. ഏതെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും കുറച്ച് കുട്ടികൾക്ക് അല്ലെ, അവർക്ക് വേണ്ടി മാത്രം നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഓഫറുകൾക്കാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. നോക്കിയേ, എ സ്പെസിഫിക് ഓഫർ ക്യാൻ ബി അക്സെപ്റ്റഡ് ഓൺലി ബൈ ഡെഫിനിറ്റ് പേഴ്സൺ. ഇതാണ് ഇതിൽ ഇമ്പോർട്ടന്റ് കേട്ടോ. ഡെഫിനിറ്റ് പേഴ്സൺ ഓർ ദാറ്റ് പർട്ടിക്കുലർ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിന് അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു PDF അല്ലെ, എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ഒരാൾ എന്റെ കുട്ടികൾക്ക് ഞാൻ നൽകുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് മാത്രമേ ബാധകമുള്ളൂ. കാരണം ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെ, ഇവിടെ നമ്മളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ മാത്രം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി മാത്രം അത് സ്പെസിഫിക് ആക്കി മാറ്റുകയാണ്. അതാണ് സ്പെസിഫിക് ഓഫർ എന്നാണ്. അപ്പൊ അവിടെ ഡെഫിനിറ്റ് പേഴ്സൺ ഉണ്ടാവും, ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിന് മാത്രമേ ആ ഓഫർ ബാധകമാവുള്ളൂ. ബാക്കിയുള്ള ആർക്കും ആ ഓഫറിൽ ഇൻക്ലൂഡഡ് ആവാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ ഞാൻ പറയണ, രാജുവിന് ഞാൻ എന്റെ കാറ് വിൽക്കാൻ വേണ്ടിയിട്ട് ഓഫർ കൊടുക്കുകയാണ്. അപ്പൊ അവിടെ രാജു എന്നുള്ള ഒരാളെ സ്പെസിഫിക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് മാത്രമേ അത് വാങ്ങാൻ പറ്റുള്ളൂ. വേറെ ആര് വന്നാലും ആ ഓഫർ അവിടെ നടക്കില്ല. ഇനി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ജനറൽ ഓഫർ. അവിടെ നമ്മൾ ആരും സ്പെസിഫൈ ചെയ്യില്ല. അത് നമ്മള് പബ്ലിക്കിന് അല്ലെ, ജനറൽ ആയിട്ടാണ് നമ്മൾ ആ കാര്യം കൊടുക്കുന്നത്. ഒരു ഉദാഹരണം, ഞാൻ എന്റെ കാറ് വിൽക്കുകയാണ് അല്ലെ 1 ലക്ഷം രൂപക്ക്, അത്രേ പറയുന്നുള്ളൂ. അവിടെ ആരും സ്പെസിഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്റെ ആർക്കും വന്നിട്ടും ആ കാറ് വാങ്ങിക്കാൻ പറ്റും, ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. അങ്ങനെ സ്പെസിഫൈ ചെയ്യാത്തതിനെയാണ് നമ്മൾ ജനറൽ ഓഫർ എന്ന് പറയാ. ആ ഓഫറിൽ ആർക്കും എന്ത് ചെയ്യാം, അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അടുത്തത് സ്റ്റാൻഡിങ് ഓഫർ, അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ, അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ. ഈ കണ്ടിന്യൂയിങ് സ്റ്റാൻഡിങ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, അതിങ്ങനെ ഒരുപാട് കാലത്തേക്ക് തുടർന്നു കൊണ്ടേയിരിക്കും. ആ ഓഫറിനെയാണ് കണ്ടിന്യൂയിങ് ഓഫർ അല്ലെങ്കിൽ സ്റ്റാൻഡിങ് ഓഫർ എന്നൊക്കെ പറയാം. ഒരു ഉദാഹരണം, ഇപ്പൊ നമ്മളെ ബിസിനസ്, നമ്മളൊരു എന്ത് ബിസിനസ്സാ, ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്ന ബിസിനസ്സാന്ന് വെച്ചോളി. നമുക്ക് അതിന്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് തേയില വേണം അല്ലെ, തേയില വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് ടീമുമായിട്ട് ഒരു കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും അല്ലെ വേണ്ട, എല്ലാ ആഴ്ചയിലും ഒരു 10 ലോഡ് തേയില വേണം എന്ന് നമ്മൾ അവരുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാക്കുകയാണ്. എല്ലാ ആഴ്ചയിലും എന്നാ പറഞ്ഞു കേട്ടോ, 10 ലോഡ്. ഇത് കണ്ടിന്യൂയിങ് ഓഫർ ആണ്. ഇത് ഒരു തവണത്തോടു കൂടെ ക്ലോസ് ചെയ്യൂല അല്ലെ. എല്ലാ ആഴ്ചയിലും അവരെന്ത് ചെയ്യണം, എല്ലാ മൺഡേയും അവർ നമുക്ക് ആ ഒരു റോ മെറ്റീരിയൽസ് എത്തിച്ച് തരണം. ഒരാഴ്ച നമ്മൾ പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ വീക്കിലും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, സ്റ്റാൻഡിങ് ചെയ്തുകൊണ്ടേയിരിക്കും, നിലനിന്നുകൊണ്ടേയിരിക്കും അല്ലെ. ഓരോ ആഴ്ച വീണ്ടും പോയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, പുതുക്കേണ്ട ആവശ്യമില്ല. അതാണ് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ. ആ വാക്കിൽ തന്നെ അത് കിട്ടും. അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും ആ ഓഫർ. ഇപ്പൊ നോക്കിയേ, an offer for a continuous supply of certain goods അല്ലെ, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർട്ടൻ ഗുഡ്സ്. ഏതെങ്കിലും ഗുഡ്സ് നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യമുണ്ട്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഓഫർ ക്രിയേറ്റ് ചെയ്യാണ് അല്ലെ, ഒരു ഓഫർ കൊടുക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഓഫറുകളെയാണ് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ എന്ന് പറയുക. അതിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, ഒരിക്കലും അതിങ്ങനെ സ്റ്റോപ്പ് ചെയ്യൂല. ബാക്കിയുള്ള പോലെ ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞോടുകൂടെ സ്റ്റോപ്പ് ചെയ്യൂല, ആ ഒരു മൺഡേ കഴിഞ്ഞോടുകൂടെ സ്റ്റോപ്പ് ചെയ്യൂല. എല്ലാ മൺഡേയും അതെന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. റിപ്പീറ്റ് എന്നുള്ള വാക്കോടെ ഓർത്ത് വെക്കുക കേട്ടോ, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഓഫറുകൾക്കാണ് സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ എന്നൊക്കെ പറയുന്നത്. അടുത്തത് കൗണ്ടർ ഓഫർ. കൗണ്ടർ അല്ലെ, കൗണ്ടർ അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒരാൾ ഒരു ഓഫർ പറഞ്ഞു, അതിന് നമ്മൾ വേറൊരു ഓഫർ കൊണ്ട് തിരിച്ചങ്ങോട്ട് റിജക്ട് ചെയ്തു അല്ലെ. എ കൗണ്ടർ ഓഫർ ഈസ് റിജക്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ ആൻഡ് മേക്കിംഗ് എ ന്യൂ ഓഫർ. ഒരു ഉദാഹരണം, ഇപ്പൊ ഞാന് രാജുവിനോട് പറയാണ്, 2 ലക്ഷത്തിന് എന്റെ കാറ് നിനക്ക് തരാം, 2 ലക്ഷത്തിന് എന്റെ കാറ് നിനക്ക് തരാം, എന്റെ ആൾട്ടോ കാറ് നിനക്ക് തരാന്ന് പറയാണ്. അപ്പൊ രാജു തിരിച്ചു പറയാണ്, 2 ലക്ഷത്തിന് പറ്റില്ല, ഒരു 1.5 ലക്ഷത്തിനാണെങ്കിൽ ഞാനത് പർച്ചേസ് ചെയ്യാം, 1.5 ലക്ഷത്തിനാണെങ്കിൽ ഞാനത് വാങ്ങാം. അപ്പൊ ഞാൻ കൊടുത്തൊരു ഓഫർ 2 ലക്ഷത്തിന് കാറ് നിനക്ക് തരാന്നാണ്. രാജു എന്നോട് തിരിച്ചു പറഞ്ഞത് 1.5 ലക്ഷത്തിന് ഞാനത് വാങ്ങിക്കാന്നാണ്. അപ്പൊ എന്റെ ഓഫറിനെ ഒരു കൗണ്ടർ ഓഫർ കൊണ്ട് അവൻ റിജക്ട് ചെയ്തു അല്ലെ, കൗണ്ടർ ഓഫർ കൊണ്ട് റിജക്ട് ചെയ്തു. എന്താ കൗണ്ടർ ഓഫർ? 1.5 ലക്ഷത്തിന് കാറ് ഞാൻ റെഡിയാണ്, അപ്പൊ ഞാനത് അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്റെ ആദ്യത്തെ ഓഫർ 2 ലക്ഷത്തിന് എന്നുള്ളത് അവിടെ ക്യാൻസൽ ആയി അല്ലെ, ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയി പോയി. പിന്നെ എന്ത് വന്നു, രാജുവിന്റെ 1.5 ലക്ഷം എന്നുള്ള പുതിയ ഒരു ഓഫർ അവിടെ ഉണ്ടായി. അപ്പൊ പഴയ ഓഫർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ശ്രദ്ധിച്ചോളെ,
പഴയ ഓഫർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഓഫർ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയാം. നോക്കിയേ, സിമ്പിൾ ആണ് കേട്ടോ. അത് കൗണ്ടർ ഓഫർ ഇസ് റിജക്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ. ഫസ്റ്റ് ഓഫറിനെ റിജക്ട് ചെയ്യുക അല്ലെ. ഇവിടെ 2 ലക്ഷം എന്ന് പറഞ്ഞ ഓഫറിനെ ഞാൻ റിജക്ട് ചെയ്തു. ആൻഡ് മേക്കിംഗ് എ ന്യൂ ഓഫർ. അങ്ങനെ എന്ത് ചെയ്തു, 1.5 ലക്ഷം എന്ന് പറയുന്ന പുതിയൊരു ഓഫർ അവിടെ ഉണ്ടായി തീർന്നു. അപ്പൊ ഒരു ഓഫറിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഓഫർ ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ, ദ ന്യൂ ഓഫർ ഈസ് എ കൗണ്ടർ ഓഫർ. ആ പുതിയതായിട്ടുണ്ടായിട്ടുള്ള ആ 1.5 ലക്ഷത്തിന്റെ ഓഫർ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ കൗണ്ടർ ഓഫർ എന്ന് വിളിക്കുന്നത്. ദെൻ 7th വൺ, ക്രോസ് ഓഫർ. നോക്കിയേ, വേർ ഐഡന്റിക്കൽ ഓഫർ ആർ മെയ്ഡ് ബൈ പാർട്ടീസ് in ignorance of each other, the offers are said to be cross offer. നോക്കിയ, ഒരേപോലത്തെ ഓഫറുകൾ വരികയാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറയാണ് 2 ലക്ഷത്തിന് എന്റെ കാറ് വിൽക്കുന്നു. അപ്പൊ അടുത്ത ആൾ പറയാണ് 2 ലക്ഷത്തിന് കാറ് വാങ്ങാം. ഇവിടെ 2 ഓഫറും ഒരുപോലെ ഇതാണ്. ഓഫേഴ്സ് ആർ മെയ്ഡ് ബൈ പാർട്ടീസ് ഇഗ്നോറൻസ് ഓഫ് ഈച്ച് അതർ. ദ ഐഡന്റിറ്റിക്കൽ ഓഫർ, ഒരേപോലത്തെ ഓഫർ. എന്റെ മൈൻഡിലുണ്ട് എന്ത്, 2 ലക്ഷത്തിന് ഞാൻ കാറ് വിൽക്കാണ്. രാജു പറയാണ് 2 ലക്ഷത്തിന് നിന്റെ കാറ് വാങ്ങാൻ ഞാൻ തയ്യാറാണ് അല്ലെ. ഇവിടെ രണ്ടും ഒരേപോലത്തെ ഓഫറുകൾ വരികയാണ്. അപ്പൊ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ഇതിൽ ഒന്ന് ക്യാൻസൽ ആവും, ഒന്ന് അവിടെ നിൽക്കും. രണ്ടും സെയിം ആണ് കേട്ടോ, രണ്ടും സെയിം ആണ്. സെയിം അല്ലെങ്കിൽ അത് എവിടേക്ക് പോകും, കൗണ്ടർ ഓഫർ ആയിട്ട് മാറും. ഇത് രണ്ടും സെയിം ആണ്, അതുകൊണ്ട് എന്ത് ഓഫർ ആയിട്ട് വിളിക്കും, ക്രോസ് ഓഫർ എന്ന് വിളിക്കും. അപ്പൊ 2 ആളും ഒരേപോലത്തെ ഒരു ഓഫർ പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഇതിൽ ഒന്ന് ക്യാൻസൽ ആയിട്ട് ഒന്ന് നിലനിൽക്കുകയും ചെയ്യും. ഓക്കെ, അവിടെ പിന്നെ പ്രശ്നമൊന്നുമില്ല, കാരണം രണ്ടുപേരും പറഞ്ഞത് സെയിം ആണ്. ഞാൻ 2 ലക്ഷത്തിന് നിന്റെ കാറ് വിൽക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു, രാജു പറയാണ് 2 ലക്ഷത്തിന് നിന്റെ കാറ് ഞാൻ വാങ്ങിക്കാമെന്നും പറഞ്ഞു. അപ്പൊ അവിടെ ഐഡന്റിറ്റിക്കൽ ഓഫർ, ഇതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഐഡന്റിറ്റിക്കൽ ഓഫർ വരികയാണ്, സ്വാഭാവികമായിട്ട് അതിലൊന്ന് മാറിയിട്ട് ഒന്നില്ലാണ്ടായിട്ട് ഒന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടെ നമ്മൾ ഓഫറിന്റെ ടൈപ്സ് കഴിഞ്ഞു. ഒന്നുകൂടെ ഓടിച്ച് പറയണം. ഒന്ന് എക്സ്പ്രസ് ഓഫർ, അവിടെ സ്പോക്കൺ ആയിട്ടോ റിട്ടൺ ആയിട്ടോ നമ്മൾ അതിനെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. 2 ഇംപ്ലൈഡ് ഓഫർ, അവിടെ ചോദിച്ചോളൂ. ഓഫറിന്റെ ടൈപ്പ് എത്ര മാർക്കിന്? 2 രൂപത്തിൽ ചോദിക്കാം. ഒന്നുകിൽ അത് എസ് ആയിട്ട് തന്നെ ചോദിക്കാം, വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ഓഫർ എന്ന് പറഞ്ഞിട്ട് 10 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാം. അല്ലെങ്കിൽ കൂടുതൽ സാധ്യത എന്താ അറിയോ, ഇതിലേതെങ്കിലും 1 or 2 മാർക്കിന് ചോദിക്കും. വാട്ട് ഈസ് എക്സ്പ്രസ് ഓഫർ, അല്ലെ വാട്ട് ഈസ് സ്പെസിഫിക് ഓഫർ, അല്ലെ വാട്ട് ഈസ് ജനറൽ ഓഫർ. അങ്ങനെ ഏതെങ്കിലും 1 or 2 മാർക്കിന് ചോദിക്കും. അങ്ങനെയാണ് സാധ്യത കൂടുതൽ കാണുന്നത്. ചിലപ്പോൾ എസ്സേക്കും ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എക്സ്പ്രസ് പറഞ്ഞാൽ സ്പോക്കൺ ആയിട്ടോ റിട്ടൺ ആയിട്ടോ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നതാണ് എക്സ്പ്രസ്. ഇംപ്ലൈഡ് ആണ് അങ്ങനെ സ്പെസിഫൈ ചെയ്യില്ല, അങ്ങനെ വാക്കായിട്ടോ റിട്ടൺ ആയിട്ടോ ഒന്നും നമ്മൾ പറയൂല, പക്ഷെ ആ സാധനം അവിടെ ഉണ്ടാകും. അതാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡെഫിനിറ്റ് പേഴ്സണ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്യും, ടാർഗറ്റ് ചെയ്യും. ആ ഗ്രൂപ്പിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഓഫറാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. അടുത്ത ജനറൽ ഓഫർ അല്ലെ. ഇപ്പോ മുമ്പ് ഉണ്ടായിരുന്നു, ഏതറിയോ, നമ്മളെ അവിൽ മിൽക്കിന്റെ ബ്രാൻഡ് ഉണ്ടല്ലോ, ഏതാണ്, മൗസി. അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ ബർത്ത്ഡേന്റെ അന്ന് പുതിയൊരു ഓഫർ, നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ബർത്ത്ഡേക്ക് പോകുന്ന ആളുകൾക്ക് പകുതി വിലക്ക് അവിൽ മിൽക്ക് കൊടുക്കും എന്നുള്ളത് അല്ലെ. ഇപ്പോ ഇന്ന് ഏതാ, ജൂലൈ 31 ആണ്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ഉള്ള ആള് അയാളുടെ SLC ബുക്കിന്റെ ഫോട്ടോ എന്തെങ്കിലും കൊണ്ടുപോകണം കേട്ടോ, തെളിവിന് വേണ്ടിയിട്ട്. അപ്പൊ അയാൾ കൊണ്ടുപോയി കൊടുത്താല് ഇപ്പൊ 100 രൂപക്ക് എല്ലാവർക്കും കൊടുക്കുന്ന അവിൽ മിൽക്ക് അയാൾക്ക് മാത്രം എന്ത് ചെയ്യും, 50 രൂപക്ക് കൊടുക്കും. ഒരു ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓഫർ കണ്ടിട്ടുണ്ടായിരുന്നു മുമ്പ്. അത് സ്പെസിഫിക് ഓഫർ ആണ് അല്ലെ. അത് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, ബർത്ത്ഡേ ഉള്ള ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുപോലെ വേറെ ഒന്ന് കണ്ടിരുന്നു, കപ്പിൾസ് ഓഫർ എന്നുള്ളത്. കപ്പിൾസിന് പോയാല്, ഹസ്ബൻഡും വൈഫിനും പോയാല് അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അല്ലെ. മുമ്പ് വേറൊരു കോമഡി കണ്ടിരുന്നു, എന്താ SLCക്ക് തോറ്റ ആളുകൾക്ക് സ്പെഷ്യൽ ട്രിപ്പ് പറഞ്ഞിട്ട് ഏതോ ഒരു റിസോർട്ടൊക്കെ അല്ലെ. നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. SLCക്ക് തോറ്റ ആളുകൾക്ക്, എല്ലാവരും പാസ്സാവുമല്ലോ, A+ ഒന്നല്ല, തോറ്റ ആളുകൾക്ക് സ്പെഷ്യൽ ട്രിപ്പ് ഫ്രീ ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിരുന്നു. അപ്പൊ അവിടെയൊക്കെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ, SLCക്ക് തോറ്റ ആളുകൾ, അങ്ങനെ ആളുകൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുന്ന ഓഫറുകളെയാണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയാ. അങ്ങനെ ആരും സ്പെസിഫൈ ചെയ്യില്ല, എല്ലാവർക്കും പബ്ലിക് ആയിട്ട് കോമൺ ആയിട്ട് കൊടുക്കണം. ആ വാക്കൊന്ന് ഓർത്ത് വെക്കണം, കോമൺ ആയിട്ട് കൊടുക്കണം. ആ ഓഫറിനെയാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാൻഡിങ് ഓഫർ അല്ലെങ്കിൽ ഓപ്പൺ ഓഫർ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് ഓഫർ, അതായത് അത് സ്റ്റോപ്പ് ചെയ്യൂല, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഓഫറുകളെയാണ് കണ്ടിന്യൂയിങ് ഓഫർ എന്ന് പറയുന്നത്. പിന്നെ കൗണ്ടർ ഓഫർ, ഒരു ഓഫറിനെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് ഉള്ള ആള് വേറൊരു ഓഫർ പറയാണ് അല്ലെ. 2 ലക്ഷത്തിന് കാറ് വിൽക്കാന്ന് പറയുമ്പോൾ 1.5 ലക്ഷത്തിന് ഞാൻ വാങ്ങിക്കാന്ന് പറയാണ്.
അപ്പൊ സ്വാഭാവികമായിട്ട് ആദ്യത്തെ ഓഫർ അവിടെ ക്യാൻസൽ ആവും, രണ്ടാമത്തെ ഓഫർ പുതുതായിട്ട് ഉണ്ടാവും ചെയ്യും. അപ്പൊ ഒരു ഓഫറിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റുള്ള ആൾ വെക്കുന്ന മറ്റൊരു ഓഫറിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഇതിനടുത്തത് ക്രോസ് ഓഫർ. ക്രോസ് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു ഐഡന്റിറ്റിക്കൽ ഓഫർ, ഒരേപോലത്തെ ഓഫറുകളാണ്, രണ്ടുപേരും ഒരേപോലത്തെ ഓഫർ പറയാണ്, സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് ഒന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാണ്. അതാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. ഇത്രയാണ് ഓഫറിന്റെ ടൈപ്സ്, ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി ലാപ്സ് ഓഫ്, ഈ ഓഫറിന്റെ ടൈപ്പ് ഞാൻ പറഞ്ഞു രണ്ട് രൂപത്തിൽ ചോദിക്കാം. 5 മാർക്കിന്, 10 മാർക്കിന് ചോദിക്കാൻ സാധ്യത കുറവാണ്. 5 മാർക്കിന് വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് ഓഫേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പോൾ വാട്ട് ഈസ് കൗണ്ടർ ഓഫർ അല്ലെങ്കിൽ വാട്ട് ഈസ് സ്റ്റാൻഡിങ് ഓഫർ, അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം എന്ത് ചെയ്യും 2 മാർക്കിന് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഈ 2 രൂപത്തിൽ ഇതിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഇനി എങ്ങനെയാണ് ഒരു ഓഫർ ക്യാൻസൽ ആയി പോകുന്നത്? ഇത് വലിയ ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ചുമ്മാ ഒന്ന് പറയാണ്. എങ്ങനെയാണ് ഒരു ഓഫർ ക്യാൻസൽ ആയി പോകുന്നത്, ലാപ്സ് ആയി പോകുന്നത്? ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഓഫററോ അല്ലെങ്കിൽ ഓഫററിയോ മരണപ്പെടുക, ഒന്നുകിൽ ഓഫറർ അല്ലെങ്കിൽ ഓഫറി അല്ലെങ്കിൽ രണ്ടുപേരും മരണപ്പെടുക. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ആ ഓഫർ ക്യാൻസൽ ആയി പോകും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റഡ് വിത്തിൻ സ്പെസിഫൈഡ് ടൈം, അല്ലെ, നമ്മൾ ഓഫർ കൊടുത്തു പക്ഷെ നമ്മൾ ഓപ്പോസിറ്റുള്ള ആൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല, ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്തില്ല, പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ അക്സെപ്റ്റ് ചെയ്തില്ല, സ്വാഭാവികമായിട്ട് അത് ക്യാൻസൽ ആയി പോകും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ, ലാപ്സ് ബൈ റിവോക്കേഷൻ. റിവോക്കേഷൻ എന്ന് പറഞ്ഞാൽ വിഡ്രോ ചെയ്യുക, പിൻവലിക്കുക, ക്യാൻസൽ ചെയ്യുക. അങ്ങനെ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യുക. ഇപ്പൊ ഞാന് സുനിതയോട് ഒരു ലെറ്റർ അയക്കാണ്, അല്ലെ, എന്റെ കാറ് അല്ലെ എന്റെ വീട് നിനക്ക് വിൽക്കാൻ റെഡിയാണ് 20 ലക്ഷം രൂപക്ക്. അങ്ങനെ ലെറ്റർ ഒക്കെ അയച്ചു. സുനിത ബാംഗ്ലൂർ വർക്ക് ചെയ്യാണ്. അപ്പൊ ലെറ്റർ അയച്ചു. ആ ലെറ്റർ ബാംഗ്ലൂരിലേക്ക് എത്താൻ ഒരു 3 ദിവസം കിട്ടുമെന്ന് വെച്ചോളൂ. 3 ദിവസത്തെ ഒരു ടൈം പീരീഡ് ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ലെറ്റർ അയച്ചതിന് ശേഷമാണ് പിന്നെ എനിക്ക് തോന്നിയത് വേണ്ട, ആ വീട് ഞാൻ വിൽക്കുന്നില്ല എന്ന് തോന്നാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, സുനിതക്ക് പെട്ടെന്ന് ഒരു മെയിൽ ചെയ്യാണ്. ആ ലെറ്റർ എത്തുന്നതിന് മുമ്പ് കേട്ടോ, ഞാൻ സുനിതക്ക് മെയിൽ ചെയ്യാണ്, ഞാൻ ഇങ്ങനെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് പക്ഷെ ഞാനിപ്പോ ഓക്കെ അല്ല, ഞാൻ വീട് വിൽക്കുന്നില്ല. ഉണ്ടോ? അതാണ് റിവോക്കേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ, പഠിക്കുന്നുണ്ട്. റിവോക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു കാര്യത്തെ ക്യാൻസൽ ചെയ്യുക, വിഡ്രോ ചെയ്യുക, പിൻവലിക്കുക. ഓക്കെ, അയാൾ സ്വീകരിച്ചതിന് ശേഷം പിൻവലിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ സുനിതന്റെ അടുത്ത് ലെറ്റർ എത്തി, അവിടെ ഓക്കെ പറഞ്ഞു, ഞാൻ റെഡിയാണ്, ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെന്താവൂല, ക്യാൻസൽ ചെയ്യലാവൂല. അപ്പൊ ആ ലെറ്റർ എത്തുന്നതിന് മുമ്പ് എന്ത് ചെയ്യാണ്, ഞാൻ അത് ക്യാൻസൽ ചെയ്യാണ് അല്ലെങ്കിൽ പിൻവലിക്കാണ്. അപ്പൊ എന്ത് ചെയ്യും, ഓഫർ അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ട് പോകും. ഇത് നാലാമത്തത്, ദ ഓഫർ ഡസ് നോട്ട് മേക്ക് എ വാലിഡ് അക്സെപ്റ്റൻസ്. അല്ലെ, ഞാൻ ഓഫററാണ്, ഞാൻ ഓഫർ കൊടുത്തിട്ടുണ്ട് സുനിതക്ക്, പക്ഷെ അവൾ എന്ത് ചെയ്തില്ല, അത് അക്സെപ്റ്റ് ചെയ്തില്ല, വാലിഡ് ആയിട്ട് നല്ല രൂപത്തിൽ അത് അക്സെപ്റ്റ് ചെയ്തില്ല, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഓഫർ ക്യാൻസൽ ആയിട്ട് പോകും. അപ്പൊ നമ്മൾ പറഞ്ഞത് ഓഫർ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിന്റെ ടൈപ്സ് എന്താണ്, എങ്ങനെയൊക്കെ ഒരു ഓഫർ ക്യാൻസൽ ആയിട്ട് പോകും, ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് അക്സെപ്റ്റൻസ് എന്നുള്ളത്. അത് നമുക്ക് അടുത്ത സെഷനിൽ പറയാം. ഓക്കെ, അപ്പോ ഈ പറഞ്ഞത് ഏകദേശം റെഡി അല്ലേ? കോസി കോൺട്രാക്ട് നമുക്ക് അടുത്ത ടോപ്പിക്കാണ് പറയാണ്ട്, അത് അടുത്ത ചാപ്റ്ററിലാട്ടോ. കോസി കോൺട്രാക്ട്, കണ്ടിജന്റ് കോൺട്രാക്ട്, ഇത് രണ്ടും നമുക്ക് അടുത്ത ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കാണ്, നമ്മൾ പറയൂ കേട്ടോ.